ദാ ഈ കാണുന്ന എന്താണെന്ന് മനസ്സിലായോ? ഒരുപക്ഷെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. അതെ, കിവി ഫ്രൂട്ട്. കിവിയുടെ ഉത്ഭവം ചൈനയിലാണ്. കഥ തുടങ്ങുന്നത് 12-ാം നൂറ്റാണ്ടിലും. അവിടെ കാട് പോലെ വളരുമെങ്കിലും ചൈനക്കാർ ഇതിനെ ഒരു മരുന്നു മാത്രമായിട്ടാണ് ആ കാലത്തിൽ ഉപയോഗിച്ചിരുന്നത്. അവരിതിനെ യങ് ടോ എന്ന ഓമനപ്പേരിൽ വിളിച്ചു. ചൈനയിൽ വന്ന പല രാജ്യക്കാരും കിവിയുടെ രുചിയിൽ മതിമറന്ന് കിവി സീഡ്സും എടുത്ത് അവരുടെ രാജ്യത്തേക്ക് പറന്നു. എന്നാൽ എല്ലായ്പ്പോഴും കിവിയെ നട്ടു വളർത്താൻ അവർ പരാജയപ്പെട്ടു. കിവി അവിടെ എങ്ങും വളർന്നില്ല. ഒടുവിൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കിവി കടാക്ഷിച്ചു. എവിടെ? അങ്ങ് ന്യൂസിലൻഡിൽ. അവർ അതിനെ ചൈനീസ് ഗൂസ്ബെറി എന്ന് വിളിച്ചു. യാദൃശ്ചികമെന്ന് പറയട്ടെ, ന്യൂസിലാൻഡിന്റെ ദേശീയ പക്ഷിയുടെ പേരും കിവി എന്നാണ് കേട്ടോ. അത് പോട്ടെ. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം പല രാജ്യങ്ങളും കീഴടക്കി പല വിളിപ്പേരുകളും താണ്ടി ദാ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ കൊച്ചു കേരളത്തിൽ എൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നപ്പോഴേക്കും ഈ മാജിക്കൽ ഫ്രൂട്ടിന് ലോകമിട്ട പേര് കിവി.